കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കുമുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു ദൈവവചനം വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വചനമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കുവാനിടയായി തീർന്നത്. പഴയ നിയമത്തിലെ ഒരു ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവ്. ഏലിയാവിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം മുതലാണ്. അവിടെയാണ് ഏലിയാവ് രംഗപ്രവേശനം ചെയ്യുന്നത്. എന്നാൽ ഗിലെയാദിലെ തിശ്ബ്യയിൽ നിന്ന് തിശ്ബ്യനായ ഏലിയാവ് ആഗാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ പെയ്യുകയില്ല എന്ന് പറഞ്ഞു. ശക്തനായ പ്രവാചകനായ ഏലിയാവ് ശക്തനായ ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി ശക്തമായ ഒരു ദൈവിക ആലോചന പറയുവാനിടയായി തീർന്നു. ആ ആലോചന അതുപോലെ തന്നെ നടക്കുവാനിടയായി. എന്നാൽ വർഷം 3 കഴിഞ്ഞപ്പോൾ ദേശം വളരെ ക്ഷാമവും വളരെ പ്രതിസന്ധിയിലുമായി. ആയതിനാൽ അതിന് കാരണക്കാരനായ ഏലിയാവിനെ കൊന്നുകളയുവാൻ ആഗാബ് രാജാവ് നാടുമൊത്തം തൻ്റെ പടയാളികളെ അയക്കുവാനിടയായി. എന്നാൽ ഏലിയാവിനെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം ഏലിയാവ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നു. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി, നീ ചെന്ന് ആഗാബിനെ നിന്നെ തന്നെ കാണിക്കുക എന്ന് സ്വർഗത്തിലെ ദൈവം ഏലിയാവിനോട് സംസാരിക്കുവാനിടയായി. 17-ാം അധ്യായത്തിൽ ഒളിച്ചിരിക്കുവാൻ പറഞ്ഞ ദൈവം 18-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നിന്നെ തന്നെ കാണിക്കുക എന്ന് പറയുവാനിടയായി തീർന്നു. അതേ പ്രിയരെ, ഒരു കാര്യം ഞാൻ പറയാം. ഏതൊരു ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൽ ഒരു മറഞ്ഞിരിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു പ്രതികൂലത്തിൻ്റെ സമയമുണ്ടാകും. എന്നാൽ എന്നും അങ്ങനെ ആയിരിക്കത്തില്ല. ആരും കാണാത്ത, ആരും അറിയാത്ത, ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സമയം ഉണ്ടായിരിക്കും. എന്നാൽ അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ സർവശക്തനായ ദൈവം ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരും എന്നതും മറ്റൊരു സത്യം തന്നെയാണ്. 17-ാം അധ്യായത്തിൽ നീ ചെന്ന് ഒളിച്ചിരിക്കാൻ പറഞ്ഞ ദൈവം 18-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ നിന്നെ തന്നെ കാണിക്കുക എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി ഇടയായി തീരും. അങ്ങനെ ഏലിയാവ് ആഗാബിൻ്റെ അരികിൽ വന്ന് ദേശത്ത് മഴ പെയ്യിപ്പിക്കുവാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ് ദേശത്തൊരു ശുദ്ധീകരണം വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഏലിയാവ് ചെയ്തത് ഒക്കെയും സകല പ്രവാചകന്മാരെ എന്ന് പറഞ്ഞാൽ ബാലിൻ്റെ പ്രവാചകന്മാരെയൊക്കെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് അല്ലെങ്കിൽ കൊന്നുകളഞ്ഞത് ഇസബേലിന് സഹിക്കുവാൻ വയ്യാത്ത ഒരു കാര്യമായി തീർന്നതുകൊണ്ട്, തൻ്റെ പ്രവാചകന്മാരെ ദേശത്തു നിന്ന് നീക്കിക്കളഞ്ഞതുകൊണ്ട് ആഗാബിൻ്റെ ഭാര്യയായ ഈസബേൽ അവിടെ ഏലിയാവിനോട് ഒരു വെല്ലുവിളി നടത്തുകയാണ്. അത് 2-ാം വാക്യം 19-ന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, നാളെ ഈ നേരത്ത് ഞാൻ നിന്നെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കിയില്ലെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം ചെയ്യട്ടെ. കണ്ടോ, ആഗാബിൻ്റെ മുമ്പിൽ ഭയപ്പെടാത്തവൻ ആഗാബിൻ്റെ ഭാര്യയുടെ മുമ്പിൽ, എന്നാൽ ഈസബേലിൻ്റെ മുമ്പിൽ ഭയപ്പെടുകയാണ്. ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏലിയാവ് ആ ദേശം വിട്ട് താൻ ഓടുന്നതായി കാണുവാൻ വേണ്ടി കഴിയും. ആ വാക്കിൻ്റെ മുൻപിൽ താൻ മരിക്കുവാൻ ഇച്ഛിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി പറയുന്നൊരു പദം ഇങ്ങനെയാണ്, 4-ാം വാക്യം,
താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. എന്നിട്ട് ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. കണ്ടോ, വീരനായ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണിവിടെ. പ്രാർത്ഥിച്ച് മഴ പെയ്യിപ്പിച്ചവൻ, പ്രാർത്ഥിച്ച് കുഞ്ഞിനെ ജീവൻ കൊടുത്തവൻ, പ്രാർത്ഥനാ വീരൻ ഇവിടെ ഒരു പ്രാർത്ഥന നടത്തുന്നു, എൻ്റെ ജീവനെ എടുക്കണമേ. അത്രയ്ക്ക് വെല്ലുവിളിയുടെ മുമ്പിൽ, അത്രയ്ക്ക് പ്രതികൂലത്തിൻ്റെ മുമ്പിൽ ഏലിയാവ് അകപ്പെടുവാനിടയായി. ആഹാബിനെ ഭയപ്പെടാത്തവൻ, ദേശാധിപതി ശക്തികളെ ഭയപ്പെടാത്തവൻ, ബാലിൻ്റെ പ്രവാചകന്മാരെ ഭയപ്പെടാത്തവൻ ഒരു പെണ്ണിൻ്റെ മുമ്പിൽ ഭയപ്പെടുകയാണ്. ആ വാക്കിൻ്റെ മുമ്പിൽ ഭയപ്പെടുകയാണ്. ഏലിയാവ് ഇസബേലിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുകയാണ്. മരിക്കുവാൻ ഇച്ഛിക്കുകയാണ്. മതി യഹോവയെ, മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന കേട്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം കൊടുത്തില്ല. ചില പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ദൈവം നമുക്ക് മറുപടി തരില്ല. ദൈവം സർവശക്തനാണ്. ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുവാൻ കഴിയും. ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയും. ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഫലിക്കത്തില്ല. കാരണം ദൈവഹിതമല്ലാത്ത പ്രാർത്ഥനകളാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനാ വീരനായ ഏലിയാവ് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാണനെ എടുക്കണം. എത്രയോ പേര് ഈ ശബ്ദം കേൾക്കുന്ന, ഈ മീഡിയയിൽ ശ്രദ്ധിക്കുന്ന എത്രയോ പേര് ഇതുപോലെ പലപ്പോഴും പ്രാർത്ഥിച്ചില്ലേ? മതി ദൈവമേ, എൻ്റെ ജീവൻ ഒന്നെടുക്കണം. ഈ ഭൂമിയിൽ ജീവിച്ചത് മതി, ഇവരോ കൂടെ ജീവിച്ചത് മതി, ഈ ഭവനത്തിൽ ജീവിച്ചത് മതി, ഈ ജീവിതം മടുത്തു, കഷ്ടതയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടു, ഇനി എനിക്കൊരടി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, അത്രയ്ക്ക് കണ്ണുനീരിലും വേദനയിലും കഷ്ടതയിലുമാണ് ഞാൻ ആയിരിക്കുന്നത്, എൻ്റെ പ്രാണനെ എടുക്കണം, എനിക്കിനി ആയുസ്സു വേണ്ട, എനിക്കിനി ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് എത്രയോ വട്ടം നമ്മൾ പ്രാർത്ഥിച്ചു. പക്ഷേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ. കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ അനുഭവിക്കുന്ന നന്മയിൽ നീ കാണുമായിരുന്നോ? ഇന്ന് നിൻ്റെ ഈ സന്തോഷ അനുഭവം പങ്കെടുക്കാൻ പറ്റുമായിരുന്നോ? ഇല്ലല്ലോ. ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ, ഒരു ചെറിയ വെല്ലുവിളി വന്നപ്പോൾ, ഒരു ചെറിയ കഷ്ടത വന്നപ്പോൾ മതി യഹോവേ, മതി, എൻ്റെ പ്രാണനെ എടുക്കണമേ, എനിക്ക് ജീവിതം മടുത്തു എന്ന് എത്രയെത്ര രാത്രികൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. അന്ന് കേട്ടിരുന്നെങ്കിൽ നമുക്കിന്ന് ഈ നന്മ അനുഭവിക്കുവാൻ കഴിയുമായിരുന്നോ? ഒരിക്കലുമില്ല. ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ദൈവം അതിനു പകരം അവനെ ചില നിയോഗം കൊടുക്കുകയാണ്. എന്താ നിയോഗം കൊടുക്കുന്നത്? 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് പറയുന്നു, എഴുന്നേറ്റ് തിന്നുക എന്നാണ്. കണ്ടോ, മരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൂതൻ അടുത്തു വന്ന് തട്ടി ഉണർത്തി, എഴുന്നേൽക്ക്, ഇത് തിന്ന്. അവൻ കഴിച്ചിട്ട് വീണ്ടും കിടന്നപ്പോൾ അടുത്തും അടകൊണ്ട് വച്ച് വിളിച്ച് അപ്പം കൊണ്ട് കൊടുത്തിട്ട് ദൂതൻ തട്ടി വിളിച്ചിട്ട് പറയുകയാണ്, എഴുന്നേറ്റ് തിന്ന്, നിനക്കൊരു ദൂരയാത്രയുണ്ട്. സ്നേഹിത, ഇന്നു നീ അനുഭവിക്കുന്ന വേദന, ഇന്നു നീ അനുഭവിക്കുന്ന കഷ്ടത, ഇന്നു നീ അനുഭവിക്കുന്ന ഞെരുക്കം, ഇന്നു നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ എന്നും നിന്നെ ഫോളോ ചെയ്യത്തില്ല. ഒരു ദിവസം നിൻ്റെ ജീവിതത്തിന് ദൈവം ഒരു മാറ്റം കുറിക്കും. നിനക്കൊരു ദൂരയാത്രയുണ്ട്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുവാനുണ്ട്. അതിനുവേണ്ടിയാണ് ഇന്ന് നീ ആയിരിക്കുന്ന ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. സ്നേഹിത, മതി 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 എന്ന് ദൈവസന്നിധിയിൽ പലവട്ടം പറഞ്ഞപ്പോഴും ദൈവം മിണ്ടിയില്ല. അതിനു പകരം ദൈവം ചില നന്മകൾ തരികയാണ്. ദൈവം ചില നിയോഗം തരികയാണ്. എന്താ നിയോഗം? ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ ഇന്ന ഇന്ന വ്യക്തികളെ അഭിഷേകം ചെയ്യണം. കണ്ടോ, 3 പേരെ അഭിഷേകം ചെയ്യുവാനുള്ള നിയോഗം. 3-ാമത്തെ ആള് ഏലിശയാണ്. ഏലിശയെ
നിനക്ക് പകരമായി പ്രവാചകനായി അഭിഷേകം ചെയ്യുവാനാണ് ദൈവാത്മാവ് ഏലിയാവിനോട് പറയുന്നത്. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയാക്കി തീർക്കുവാൻ കഴിയും. ജീവിതത്തിൽ വന്ന പരീക്ഷകളുടെ മുമ്പിൽ, ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങളുടെ മുമ്പിൽ, ജീവിതത്തിൽ വന്ന കഷ്ടതകളുടെ മുമ്പിൽ, ജീവിതത്തിൽ വന്ന വെല്ലുവിളികളുടെ മുമ്പിൽ, ജീവിതത്തിൽ വന്ന ഒറ്റപ്പെടലുകളുടെ മുമ്പിൽ, ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ പലവട്ടം ദൈവസന്നിധിയിൽ മതി, ജീവിതം മതി, ശുശ്രൂഷ മതി, ആത്മീകം മതി, പ്രാർത്ഥനാ ജീവിതം മതി, മതി, എൻ്റെ പ്രാണനെ എടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടും ദൈവം ആ പ്രാർത്ഥന കേൾക്കാതെ ദൂതനെ എത്ര വട്ടം നിൻ്റെ വീട്ടിലയച്ചു, എത്ര വട്ടം നിൻ്റെ ശുശ്രൂഷാ മണ്ഡലത്തിലയച്ചു. നീ ക്ഷീണിച്ചെടുത്ത്, നീ മരിക്കാൻ ഇച്ഛിച്ചെടുത്ത് ദൂതൻ വന്ന് നിന്നെ തട്ടി ഉണർത്തി നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുള്ള അടയും അപ്പവും തന്ന് നിന്നെ നടത്തിയില്ലേ പ്രിയരെ? അതെ, മതിയെന്ന് പറഞ്ഞ് ജീവിതം മടുത്തെടുത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെതായ സ്വർഗീയമായ നന്മ തന്ന് ഒരു ദൂരയാത്ര നടത്തിയില്ലേ? ഇനിയും നടത്താൻ അവൻ ശക്തനല്ലേ? അതെ, ദൈവസന്നിധിയിൽ ഏലിയാവിനെ പോലെ മതി മതി എന്ന് പറയാതെ ദൈവം തരുന്ന ഏതൊരു സാഹചര്യവും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവവചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതെ, ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആ കഷ്ടതയുടെ മുമ്പിൽ തകർന്നു പോകാതെ, ഈ പ്രതികൂലങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാതെ, കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ മാനിക്കുന്നൊരു ദൈവം കൂടെയുണ്ട്. ആ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കാം.